നമുക്ക് പപ്പായ വെച്ചിട്ട് നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പപ്പായ എടുത്തിട്ടുണ്ട്, പിന്നെ പരിപ്പ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. പരിപ്പും പപ്പായയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ പോണേ. പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പരിപ്പ് ചട്ടിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. അപ്പോൾ ചെറുതായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നുറുക്കി വെച്ച പപ്പായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പപ്പായ ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം, ഒരു നെകക്കെ വെള്ളം, വേകുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് നടുവ് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായ തേങ്ങയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ വറുത്തിടാനും വേണം, അതുപോലെ അരയ്ക്കാനും കൂടി തേങ്ങ വേണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം. ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും, ഒരു 1/4 സ്പൂൺ ജീരകവും ഒരു 4 കാന്താരിയും കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സഡ് ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊരു ചെറിയ കറിവേപ്പിൻ്റെ തണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പെല്ലാം ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, ഒരുപാടങ്ങ് തിളച്ച് പോകണ്ട, ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് കട്ട പിടിച്ചിരുന്നത് കൊണ്ട് വളരെ താമസമായി അതൊന്ന് വീണ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണക്ക കാന്താരി ഉണ്ടായിരുന്നതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് ആ നെയ്യിലേക്കിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ തണ്ട് കറിവേപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് എടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട, ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതൊന്ന് വറുത്തെടുക്കാം. അത് ആ ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്വാദുള്ള ഒരു കൂട്ടാനാണ്. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.